രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടമാവുകയും 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത അപകടമുണ്ടായ സ്ഥലമാണ്. ഈ ഓട്ടോറിക്ഷയിലായിരുന്നു ആ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 50 അടിയോളം താഴ്ചയിലേക്ക് ഈ ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു. ഒരു പാമ്പിനെ കണ്ടുകൊണ്ട് ഓട്ടോറിക്ഷ വെട്ടിച്ച് താഴേക്ക് വീണു എന്നുള്ളതാണ് ഓട്ടോ ഡ്രൈവറുടെ മൊഴി. ഇപ്പോൾ ഓട്ടോ ഡ്രൈവറും പരിക്കേറ്റ് ചികിത്സയിലാണുള്ളത്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ആ സമയത്ത് കുറച്ച് കഴിഞ്ഞാണ് കാണുന്നത്. പിന്നെ ഇവിടുന്ന് അന്നേരം തൊഴിലുറപ്പുകാരുണ്ടായിരുന്നു. അന്നേരം അവരെ ആ പകുതിക്ക് വരെ കയറ്റി. പിന്നെ അന്നേരത്തിന് ആളുകളെല്ലാം കൂടി ഞങ്ങൾ അന്നേരം എല്ലാം സഹായിച്ചു. ഓരോരുത്തരെ ഓരോ വണ്ടിയെ കയറ്റി വിടുകയൊക്കെ ചെയ്തായിരുന്നു. കൃഷ്ണനെ കണ്ടില്ല. അന്നേരം പല ആശുപത്രിയിലോട്ട് പല വണ്ടിയിലാണ് പോയത്. അന്നേരം പിന്നെ ഞങ്ങൾ ഇവിടെ എല്ലാം തപ്പിയായിരുന്നു. അന്നേരം കിട്ടിയിട്ടില്ലായിരുന്നു. 5:30-5:45 പറഞ്ഞു ഇതുപോലെ ഒരാളെ കാണാനില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും നാട്ടുകാരെല്ലാം ഉണ്ടായിരുന്നു. കണ്ണിക്കോട് പഞ്ചായത്ത് എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. വെട്ടക്കുറവുള്ളതുകൊണ്ട് നമുക്ക് നോക്കാൻ എത്ര പാടായിരുന്നു. അങ്ങനെ പിന്നെ ഫയർഫോഴ്സ് ഇവിടെ വെട്ടം വെച്ചിട്ട് ഇവിടെ നോക്കി ഇതിൻ്റെ ഈ കല്ലിൻ്റെ ഇടയ്ക്കൊന്ന് കിട്ടി. ഒരു 8-8:15 കിട്ടിയപ്പോൾ. ഇതിങ്ങനെ ഒരു അപകട സ്പോട്ടാണോ? ഇതൊരു അപകട സ്പോട്ടല്ല. ഇത് പറ്റിയത് നമുക്ക് കുഞ്ഞിനെ ലാസ്റ്റ് അതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമമായി പോയി. അതാണ് വൈകി പോയല്ലേ? ഒരുപാട് വൈകി പോയി. സ്ഥിരമുള്ള ഡ്രൈവർ ആയിരുന്നു അത്? അല്ല സ്ഥിരമായിട്ട് വരുന്ന വണ്ടിയല്ല ഇത്. അപ്പോൾ സ്ഥിരമായിട്ട് വേറൊരു വണ്ടിയാണ് വരുന്നത്. അപ്പോൾ വണ്ടിക്ക് ടെച്ചിങ് കയറ്റിക്കൊണ്ട് ഈ വണ്ടിയെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഈ പുള്ളിയല്ല കൊണ്ടുവരുന്നത്, വേറൊരു പുള്ളിയാണ്. അപ്പോൾ അവിടെ ആശുപത്രി തിരഞ്ഞപ്പോൾ ആ മാതാപിതാക്കൾ പറഞ്ഞ് ഞങ്ങൾ അവരുടെ കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ് രണ്ടാമത് പിന്നെയും ഫയർഫോഴ്സ് ഈ പരാതി കാരണം പിന്നെയും ഇവിടെ വന്നു. പാറയുടെ ആ ഇടഭാഗത്തൊരു ചെറിയൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തായിരുന്നു ആ യദുകൃഷ്ണൻ്റെ മൃതദേഹം കിടന്നത്. അവിടെ നിന്ന് രാത്രി 8:15 കൂടിയാണ് മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ സാധിച്ചത്. 3 പേർക്ക് പരിക്കുണ്ട്. ഒരാൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരു കുട്ടി തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലും മറ്റൊരു കുട്ടി പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ് ഉള്ളത്. ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെയും പരിക്ക് സാരമുള്ളതാണ്. അദ്ദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് വൈകിട്ടോടുകൂടി സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷം ഈ 2 കുഞ്ഞുങ്ങളുടെ മൃതദേഹം സംസ്കരിക്കും.